ഹുണ്ടായുടെ i20 ആണ്. അപ്പോൾ കാറിൻ്റെ AC പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണോ അല്ലയോ എന്ന് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ള കാര്യമാണ്. AC ഓൺ ആക്കുക. AC ഓൺ ആക്കുമ്പോൾ AC ഓൺ ആയി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ഓഫ് ബട്ടൺ പ്ലസ് ഈ ബട്ടൺ അല്ലേ, ഈ ബട്ടൺ 5 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും 4 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കാണിക്കും. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കോഡ് കാണിക്കണ്ടോ, ഇവിടെ 00 എന്ന്. ഇവിടെ വേറെ എന്തെങ്കിലും എറർ കോഡ് കാണിക്കുവാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഷോറൂമിൽ അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിൽ കൊടുക്കുവാണെങ്കിൽ അവരത് ക്ലിയർ ചെയ്ത് തരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യണമെങ്കിൽ ഓഫ് കൊടുത്താൽ ഫുള്ളായിട്ട് റീസെറ്റ് ആയിട്ട് വർക്ക് ആയിക്കോളും. ഇതിപ്പോൾ ഓട്ടോയിൽ നിന്ന് മാറ്റണമെങ്കിൽ ഓഫ് ചെയ്തിട്ട് AC ഇട്ടാൽ ഇത് വർക്കാവും. ഓക്കെ, ഇപ്പം ഇത് നമുക്ക് ഈ കൂളിംഗ് പെട്ടെന്നല്ല നിൽക്കുക, ഇത് ഗ്രാജുവലി കുറഞ്ഞ് പെട്ടെന്ന് നിൽക്കുക. അതായത് എൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ ഇവിടെ എറർ കോഡൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കൂളിംഗ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കാർ എടുക്കുമ്പോൾ കൂളിംഗ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇല്ല. അപ്പോൾ നമ്മൾ അടുത്ത കുറച്ച് കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഫ്രണ്ടിലത്തെ ഇത് തുറക്കുക. അത് കഴിഞ്ഞിട്ട് ബോണറ്റ് തുറക്കുക. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആദ്യം AC-യിൽ പ്രോപ്പറായിട്ടുള്ള ഗ്യാസ് ഉണ്ടോ നോക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഗ്യാസിൻ്റെ ഇത് ഇൻലെറ്റ് വരുന്നത്. ഇതിനകത്താണ് നമ്മൾ ഗ്യാസ് റീഫിൽ. ഇത് ജസ്റ്റ് ഒരു നീട്ടിൽ വെച്ച് എന്തെങ്കിലും സ്കൂട്ടർ വെച്ച് കുത്തുവാണെങ്കിൽ പതിയെ കുത്തണം. പതിയെ കുത്തുമ്പോൾ ഗ്യാസ് പുറത്തേക്ക് വരുവാണെങ്കിൽ ഗ്യാസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഇവിടെ ഈ ഒരു പൈപ്പ് ഉണ്ടല്ലേ, ഇതിനകത്ത് കൂളിംഗ് ഉണ്ടോ നോക്കുക. AC വർക്കിംഗ് അല്ലെങ്കിൽ അതിനകത്ത് കൂളിംഗ് ഉണ്ടാവില്ല. പിന്നെ റേഡിയേറ്റർ ഫാൻ വർക്കിംഗ് ആണോ നോക്കുക. റേഡിയേറ്റർ ഫാൻ വർക്കിംഗ് അല്ലെങ്കിൽ എഞ്ചിൻ ഓവർ ഹീറ്റ് ആവും, അതും ശ്രദ്ധിക്കുക. പിന്നെ ഇതാണ് ഇതിൻ്റെ പൈപ്പ് ഉണ്ട്. ഇവിടെയൊക്കെ നല്ല കൂളിംഗ് ഉണ്ട് കണ്ടോ. ഇതിൻ്റെ AC വർക്കിംഗ് ആയിട്ട് അത് കൂളിംഗ് ഉണ്ട്. പിന്നെ നമ്മുടെ AC കംപ്ലൈൻറ്റ് ആണെന്ന് പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്യണമെങ്കിൽ ഇതാണ് ചെക്ക് ചെയ്യണ അതിൻ്റെ വാൽവ്. ഈ വാൽവ് ഓപ്പൺ ചെയ്തിട്ട് അവർ ഈ വർക്ക്ഷോപ്പിലൊക്കെ ഒരു മീറ്റർ ഉണ്ട്. ആ മീറ്റർ വെച്ച് ചെക്ക് ചെയ്താൽ നമ്മുടെ AC-യുടെ എക്സാക്ട് ഇഷ്യൂ എന്താണെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് കിട്ടിയ പണിയെന്ന് പറഞ്ഞാൽ നമ്മുടെ AC-യുടെ കംപ്രസറിൻ്റെ വാൽവ് പോയി. അപ്പോൾ അത് മാറി AC റീഫിൽ ചെയ്ത് ഈ മൊഡ്യൂളെല്ലാം സെറ്റ് ചെയ്തതിന് എനിക്ക് 4200 രൂപയായി. പിന്നെ വേറെ വിഷയങ്ങൾ വരാനുള്ളതെന്ന് പറഞ്ഞാൽ AC-യുടെ പുള്ളി അല്ലെങ്കിൽ മറ്റേ ക്ലച്ചൊക്കെ പോയാലും ഈ ഫുള്ള് പോകും. അപ്പോൾ ഈ കംപ്രസറിന് i20യുടെ റേറ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ 15 രൂപയാണ്. ഇത് റിപ്പയർ ചെയ്യണ ഷോപ്പുകളും ഉണ്ട്. ഇങ്ങനെയൊക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ AC-യുടെ ഇഷ്യൂ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ.